നമ്മുടെ 2025 ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2026ലേക്കുള്ള ഒരു വിഷൻ ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ 2025ത്തെ എൻ്റെ ഒരു വിഷൻ ബോർഡത്തെ എന്തെല്ലാം ആഗ്രഹങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു വിഷൻ ബോർഡ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ പറയാം. ഇപ്പോൾ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഇയറിൽ നടക്കാതെ പോയ ആഗ്രഹങ്ങളായാലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താനൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ 2026ലേക്കുള്ള ഗോൾസ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ആക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന പിക്ചേഴ്സ് പ്രിന്റ് എടുത്ത് ഒരു ബോർഡിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് വിഷൻ ബോർഡ്. അപ്പോൾ അത് നമുക്കൊരു ബോർഡാക്കി വാളിൽ സ്റ്റിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡയറിയിൽ സ്റ്റിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കി ഇടാം. എന്തായാലും നമ്മൾ ഡെയിലി കാണുന്ന ഒരു ഭാഗത്തായിരിക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോൾസ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി ഞാൻ ഡെയിലി വീഡിയോസ് ഇടണം. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷൻ ബോർഡ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു പിക്ചർ നമ്മൾ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യുമ്പോൾ ഡെയിലി കാണുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു വിഷൻ ബോർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് കാണുന്ന ടൈമിൽ നമ്മൾ എന്തായാലും നമ്മുടെ മൈൻഡിലേക്ക് വരും, ഇതെന്തായാലും അച്ചീവ് ചെയ്യണം എന്നുള്ളത് വരും. അത് മാത്രമല്ല, എനിക്ക് തന്നെ ചില ടൈമിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു മടി പിടിച്ചിരിക്കുന്ന ടൈമാവും. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡിലേക്ക് നോക്കുന്ന ടൈമിൽ നമുക്ക് എന്തായാലും നമ്മുടെ ആഗ്രഹം ഇതാണ്, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇട്ടേ പറ്റൂ. എങ്കിലേ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അതിൻ്റെ ഏർണിങ്സും കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് ഈ ഒരു വിഷൻ ബോർഡ്. പിന്നെ നമുക്ക് ഒരുപാട് ഡ്രീംസും ഗോൾസൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചില ടൈമിൽ നമുക്ക് അതെന്താന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. പക്ഷേ കുറച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആഗ്രഹങ്ങൾ എന്താന്ന് പോലും നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ ആവും. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു വിഷൻ ബോർഡ്. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിൻ്റെ കാര്യം നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ആൻഡ് ഡ്രീംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു പിക്ചേഴ്സൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കാമെന്നാണ് ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഈ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഉള്ളതുകൊണ്ട് ഞാൻ A4 ഡോക്യുമെൻറ്റിൽ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ പ്രിൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ A3 ഡോക്യുമെൻറ്റിൽ പ്രിൻറ്റ് ചെയ്യണമാവും നല്ലത്. അപ്പോൾ അതാ സെർച്ചിൽ പോയിട്ട് A3 ഡോക്യുമെൻറ്റ് ബ്ലാങ്ക് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ബ്ലാങ്ക് പേജ് കിട്ടുന്നില്ല, ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള പേജാണല്ലോ വേണ്ടത്. എന്നിട്ട് താഴെ കാണുന്ന അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫയലിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ PDF പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യുന്ന ഷോപ്പിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അല്ലാതെ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ A4 ഡോക്യുമെൻറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പിക്ചേഴ്സ് മാത്രമല്ല കേട്ടോ, കുറച്ച് മോട്ടിവേഷൻ വേർഡ്സും കൂടി ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോ പിക്ചേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ് ആക്കട്ടോ. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു വിഷൻ ബോർഡ് രൂപത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷൻ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സിമ്പിളായിട്ടൊരു വിഷൻ ബോർഡാണ്. ഞാൻ കഴിഞ്ഞ ഇയറിലാണ് ഫസ്റ്റ് ടൈം ആയിട്ടൊരു വിഷൻ ബോർഡ് ചെയ്യുന്നത്. വിഷൻ ബോർഡ് എന്ന് പറയാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒരു ഡയറിയുടെ ഫ്രണ്ടിൽ 2-3 പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു എന്നുള്ളൂ. അതിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടില്ല, എങ്കിലും 2-3 ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടതാണ് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു പ്രിൻ്റർ. അപ്പോൾ ഞാനൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സ്വന്തമായിട്ടൊരു പ്രിൻ്റർ വാങ്ങാന്നുള്ളത്. അപ്പോൾ ഞാൻ അന്നൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഞാനൊരു വേറെ ഫോണിലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ക്ലാരിറ്റി കമ്മിയായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ വേണമെന്നുള്ളത്. അപ്പോൾ ഒരാഗ്രഹവും നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ന്യൂ ഫോണിലാണ്. പിന്നെ അതിലുള്ളത് ജോബായിരുന്നു. അപ്പോൾ ജോബ് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയതാണ്. ചില കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബ് റവന്യൂ 10K സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ആയിരുന്നു. അത് നടന്നില്ല എന്നുണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് വരുമാനത്തിലും അതുപോലെ തന്നെ അന്നത്തെ സബ്സ്ക്രൈബേഴ്സിലും ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിഷൻ ബോർഡിലെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് നടക്കുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് ഒരുപാടായിരിക്കും.
അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വിഷൻ ബോർഡാക്കി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡയറിയിലാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ഡയറി. ജേണലൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് അങ്ങനെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ വീഡിയോന്റെ താഴെ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലൊരു ഡയറിയാണ് കേട്ടോ. അതിന്റെ പേജസ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ട മോഡൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ടാവും കേട്ടോ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതേപോലെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഓരോന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കുകയാണ്, എവിടേക്ക് വെച്ചാലാണ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആവാന്നുള്ളത് നോക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓരോന്നോരോന്നായി ഫെവികോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഒരു പേജിൽ ഫുള്ളായിട്ട് കവർ ആവാത്തതുകൊണ്ട് ഞാൻ 2 പേജിലും കൂടി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വിഷൻ ബോർഡിൽ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന ഓരോ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഓരോ എന്തൊക്കെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. അതിനായിട്ടൊരു പ്ലാനർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇനിയും അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതല്ലാതെ വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെ ഒരുപാട് കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വിഷൻ ബോർഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് 2 എണ്ണം പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് സ്യൂട്ട് ആവാന്നുണ്ടെങ്കിൽ അതിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് സെൻട്രലായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിക്ചേഴ്സ് ഒട്ടിച്ചതിൻ്റെ ഇടയിലായിട്ട് ഞാൻ മോട്ടിവേഷൻ കോഡ്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വിഷൻ ബോർഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് എൻ്റെതായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി വിഷൻ ബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ചെയ്തു വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ സ്റ്റിക്ക് ചെയ്ത ഗോൾസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. എങ്കിലും ഞാനിത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇയറിൽ ഇതെന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.